ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംട ഗ്രാഫിക്സ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു വാട്സപ്പിൽ വരാൻ പോകുന്ന 2 അപ്ഡേറ്റിനെ പറ്റി. അപ്പോൾ ആ 2 അപ്ഡേറ്റിൽ ഒരു അപ്ഡേറ്റ് നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വാട്സപ്പിൽ വന്ന ആ ഒരു അപ്ഡേറ്റ് ഏതെന്ന് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വാട്സപ്പിൽ വന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് സ്കാൻ ഡോക്യുമെന്റ് എന്നത്. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി ഇനി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഒന്നും ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനുള്ള ഫെസിലിറ്റി വാട്സപ്പ് തന്നെ തരാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ ഇന്നലെ വീഡിയോയിലൂടെ കണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് ആ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ സ്കാൻ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നതാണ്. നേരത്തെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരെ ബ്രൗസ് ഡോക്യുമെന്റ്, ചൂസ് ഫ്രം ഗാലറി എന്ന് പറയുന്ന 2 ഓപ്ഷനുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്കാൻ ഡോക്യുമെന്റ് എന്ന് പറയുന്ന 3ാമത്തെ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിന്റെ ബീറ്റ വെർഷൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചെന്നിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ഫയൽ എടുക്കാം. ഞാൻ തൽക്കാലം ഈ ഒരു സംഭവം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്കാൻ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ സ്കാൻ ഡോക്യുമെന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാക്ക് ക്യാമറ ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ മാനുവൽ അതുപോലെ ഓട്ടോ ക്യാപ്ചർ എന്ന് പറയുന്ന ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോ ക്യാപ്ചർ എന്നത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പണായി ഫസ്റ്റ് വരുന്നത് അത് തന്നെ ആയിരിക്കും. ഇനി അതെല്ലാം മാനുവൽ ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മാനുവൽ എന്നതായിരിക്കും വരുന്നത്. ഇനി ഓട്ടോ ക്യാപ്ചർ എന്നത് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവ് ആവുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ആ ഒരു ക്യാമറ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആ മുകളിലായിട്ട് ഇത്തരത്തിലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ സ്കാൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ താഴെ നോക്കാന്നുണ്ടെങ്കിൽ കുറേയധികം ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്രോപ്പ് ആൻഡ് റൊട്ടേറ്റ്, ഫിൽറ്റർ, റീടേക്ക്, ഡിലീറ്റ് എന്നത്. അപ്പം ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അതുപോലെ ഫിൽറ്റർ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഓട്ടോ, കളറ്, ഗ്രേ സ്കെയില്, BMW, ഷാഡോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഗ്രേ സ്കെയിൽ എന്നത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇവിടെ അപ്ലൈ എന്നത് കൊടുക്കാമെങ്കിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ അപ്ലൈ എന്നത് ക്ലിക്ക് ചെയ്തു. അതുപോലെ റീടേക്ക് എടുക്കണമെങ്കിൽ റീടേക്ക് എടുക്കാം. പിന്നീട് വീണ്ടും ഒരു ഡോക്യുമെൻറ്റും കൂടെ നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ, അപ്പോൾ ബാക്കിലെ ക്യാമറ ഇതുപോലെ ഓപ്പൺ ആവുന്നതായിരിക്കും. നമുക്ക് വീണ്ടും ഒരു ഡോക്യുമെൻ്റ് പിക്ചർ ഇതുപോലെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ നോക്കിയിട്ട് ഫിൽറ്ററിനകത്ത് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഇതെല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, അത്തരത്തിൽ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതാണ്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സെൻഡ് ചെയ്താൽ മതി. ഇവിടെ സെൻഡ് ഐക്കണെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് PDF ഫയലായിട്ട് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്യുമെൻ്റ്. അത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമ്മളിപ്പോൾ സ്കാൻ ചെയ്തെടുത്ത 2 ഡോക്യുമെന്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി PDF ആക്കാൻ നമ്മൾ ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മുടെ വാട്സപ്പ് തന്നെ അതിനുള്ള സൊല്യൂഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി മുതൽ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാൻ വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായം തേടേണ്ട ആവശ്യമില്ല. അതുപോലെ സ്കാനറിൻ്റെ സഹായം തേടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അവിടെ വാട്സപ്പ് തന്നെ അതിനൊരു സൗകര്യം ഇപ്പോൾ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് PDF ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. അപ്പം വാട്സപ്പിലെ എക്കാലത്തെ മികച്ച അപ്ഡേറ്റുകളിൽ ഒന്നാണിത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.